പുട്ടും കടലയിൽ നിന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിച്ചത്. കടലക്കറി ഉമ്മയും പുട്ടും ഞാനോടെ ഉണ്ടാക്കിയത്. ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചോറ് റെഡിയാക്കി നമ്മൾ എന്ത് ചെയ്തു, നേരെ പോയത് ചിക്കൻ സ്റ്റാളിലിട്ടാണ് ചിക്കൻ വാങ്ങി. അത് കഴിഞ്ഞ് റേഷൻ കട, പച്ചക്കറി കട, അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കയറി നമ്മൾ വീട്ടിലേക്ക് എത്തി. വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കാറ് വാഷ് ചെയ്തു. ഇന്നലെ നമ്മൾ കടൽ കാണാൻ പോയിട്ട് നിറയെ മണലിൻ്റെ കൂമ്പാരവുമായിട്ടാണ് അവിടെ നിന്ന് വന്നിരുന്നത്. പിന്നെ ഡ്രസ്സിന് പുറത്താണ് അലക്കിയത്, കാരണം നമ്മൾ ഡ്രസ്സിൽ നിറയെ മണലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡിന് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ തന്നെയായിരുന്നു ഇന്നും കഴിച്ചത്. പിന്നെ കൂടാതെ മത്തൻ കൂട്ടാൻ, അതുപോലെ തന്നെ ചിക്കൻ ഗ്രേവി, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ. അങ്ങനെ നന്നായിട്ടൊന്ന് കഴിച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരാളെ പിക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് പോയി. അങ്ങനെ അവിടെ പോയി നമ്മൾ ആളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴിയിൽ നമ്മൾ കണ്ടല്ലോ, അവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, 3 കിലോ 100 രൂപ. അത് വാങ്ങി തിരിച്ച് നമ്മൾ വന്ന് കുട്ടിയെ ഒക്കെ ഉറക്കി കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോയത്, കൃഷിഭവനിലോട്ട്. കൃഷിഭവനിലെ തിരക്കിൻ്റെ കാര്യം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ സാധിച്ചു, അൽഹംദുലില്ലാ. ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോഴും നമ്മൾ എന്താണ്, പടച്ചോനെ സ്തുതിക്കണം എന്നല്ലേ. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ ഷോപ്പിൽ കണ്ട്, ഷോപ്പിൽ ചെക്കൻ നല്ല പൊളിയാട്ടോ, കണ്ടോ, ഭയങ്കര നാണാണ് എനിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയെയും പരിചയപ്പെട്ട് വരുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തി നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു. ജസ്റ്റ് ഒന്ന് നിർത്തി വെറുതെ. അപ്പോൾ കണ്ടല്ലോ, ഒരു ചെറിയ തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി അത് ഒരു വേറെ ലെവലാണല്ലേ. അത് കഴിഞ്ഞ് മങ്ങിക്കൊരു അവിൽ മിൽക്ക് വാങ്ങിക്കൊടുത്തു. ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ വന്നതാ നമ്മുടെ രാവിലത്തെ രാഗിപ്പുട്ടിൽ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് കഴിച്ചു. ശേഷം നമ്മൾ മീൻ വാങ്ങാൻ പോയി. പുത്തനത്താണിയിലാണ് മീൻ വാങ്ങാൻ പോയത്. താഴെടുക്കുന്ന മീനാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അങ്ങനെ അവിടെ വെച്ചൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു.